ഇത് കണ്ടോ, ഇതാണ് ചക്ക ഉപ്പിലിട്ടത്. പച്ച ചക്കച്ചുള ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചാല് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് കോവയ്ക്കായും ഉപ്പിലിടാം. ചക്ക ഉപ്പിലിടുന്നതും കോവയ്ക്ക ഉപ്പിലിടുന്നതും എങ്ങനെയാണെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കോവയ്ക്ക ഉപ്പിലിടാനായിട്ട് ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഈ കോവയ്ക്കയുടെ കൂടെ തന്നെ ഒരു മാങ്ങായും കൂടെ ചേർത്താണ് ഇടുന്നത്. ഇത് ഞാൻ വലിയ മാങ്ങ ആയതുകൊണ്ട് ഇത് മുഴുവൻ ചേർക്കുന്നില്ല. ഇതിൻ്റെ ഒരു 2-3 കഷ്ണം മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഉപ്പ് കല്ല്, വിനാഗിരി, വെള്ളം, ഒരു 6-7 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ ഉപ്പുകല്ല് പച്ചവെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് ചൂടാറിച്ച് വെക്കണം. ഇത് ഉപ്പ് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ വെള്ളത്തിൽ അല്പം ഉപ്പ് മുമ്പിൽ നിൽക്കണം. ഞാൻ ഈ കോവയ്ക്ക ഒന്ന് ആവി കയറ്റിയിട്ടാണ് ഉപ്പിലിടുന്നത്. ഇതിൻ്റെ 2 അറ്റം ഒന്ന് മുറിച്ച് കളയണം. അതാണ് ഒരു രുചി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു പച്ചപ്പുണ്ടല്ലോ, ആ പച്ചപ്പ് മാറണം. പിന്നെ ഇവിടുത്തെ ഒരു അറ്റം മുറിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു പശ പോലെ ഒരു ഇത് വരുമല്ലോ, അതും ഒന്ന് മാറിക്കിട്ടണം. ആ ടേസ്റ്റ് ഒന്ന് മാറണം, എന്നെങ്കിലേ ഈ കോവയ്ക്ക ഉപ്പിലിട്ടതിന് നല്ല രുചി ഉണ്ടാവുള്ളൂ. അങ്ങനെ 2 അറ്റവും മുറിച്ച് വെക്കാം. നന്നായിട്ട് മൂത്ത കോവയ്ക്കയാണ് ഉപ്പിലിടാൻ നല്ലത്. പിന്നെ അല്പം പഴുപ്പ് കയറിയ കോവയ്ക്ക ഉണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല. ഇതേ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറി നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കുകയാണ്. വെള്ളമായി ഒട്ടും ഇല്ലാതെ തുടച്ച് വെക്കണം. ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലാണ്, ചില്ല് കുപ്പിയിൽ ഇടുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. നമുക്ക് ആ കുപ്പിയിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, മാങ്ങ ഒരല്പം ചെനപ്പ് കയറിയതാണ്, അത് കുഴപ്പമില്ല. പച്ചമാങ്ങ ആയാലും നല്ലതാണ്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇങ്ങനെ ഈ പച്ചമാങ്ങ ഈ കോവയ്ക്കയുടെ കൂടെ ഇടുന്നത് ഉപ്പ് പിടിച്ച് വരുമ്പോൾ കോവയ്ക്കായ്ക്കും ഈ മാങ്ങയുടെ പുളി ഇറങ്ങും. അപ്പോൾ ഒരല്പം നല്ല ടേസ്റ്റാണ്. ഇത് ഒത്തിരി പുളി വേണമെന്നില്ല, ഒരു സാമാന്യം പുളിയുള്ള മാങ്ങ മതി. ഇത് ചെനപ്പ് കയറിയതായാലും സാമാന്യം പുളിയുള്ള മാങ്ങയാണ്. ഇനി അതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച് ചൂടാറിയിരിക്കുന്ന വെള്ളം ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി വേണം ചേർക്കാൻ. ബാക്കിയും കൂടെ വെള്ളം ഒഴിച്ച് നിറയ്ക്കാം. ഇത്രയും മതി. ഇതിൻ്റെ മീതെ വെള്ളം ഇരിക്കണം. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കുക. ഒരു 4 ദിവസം 4-5 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് സെർവ് ചെയ്യാറാകും. ഒരു 4-5 ദിവസം മുമ്പ് നമ്മൾ ഉപ്പിലിട്ട് വെച്ച കോവയ്ക്കായ ഉണ്ടല്ലോ, അതൊന്ന് നോക്കാം. ഇതെല്ലാം നല്ല ഉപ്പൊക്കെ പിടിച്ച് കോവയ്ക്കായും മാങ്ങായും ഒക്കെ ഉപ്പ് പിടിച്ചിരിക്കുവാണ്. നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി നോക്കാം. ഇതിങ്ങനെ കഴിക്കുമ്പം ഒരു കോവയ്ക്കായും അതുപോലെ ഈ മാങ്ങായും കൂടെ എടുത്ത് വേണം കഴിക്കാൻ. ഈ കോവയ്ക്ക ഉപ്പിലിട്ടത് കഞ്ഞിയുടെയും ചോറിൻ്റെയും ചക്ക, കപ്പ ഒക്കെ വേവിച്ചതിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു രുചിയുള്ളൊരു ഉപ്പിലിട്ടതാണ്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. കോവയ്ക്ക ഉപ്പിലിട്ടതും ചക്ക ഉപ്പിലിട്ടതും ഒക്കെ നല്ല നാടൻ വിഭവങ്ങളാണ്, അതുപോലെ നല്ല രുചിയുള്ളതുമാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതിൻ്റെ രുചി എല്ലാവരും ഒന്ന് അറിയണമല്ലോ. ഈ ഭരണിയിലുള്ളത് എന്താണെന്ന് മനസ്സിലായോ? ഇതൊരു ഉപ്പിലിട്ടതാണ്. ഇത് മിക്കവാറും നമ്മുടെ വീടുകളിലെല്ലാം ഉള്ളതാണ്. പക്ഷെ അധികമാരും ഉപ്പിലിടാത്ത ഒരു ചേരുവയാണിത്. ഇത് പുതുമയുള്ള ഒരു ഉപ്പിലിട്ടതല്ലേ. ഇതെങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല വിളഞ്ഞ ചക്ക വേണം ഇതിനെടുക്കാൻ. ഞാനിവിടെ വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. കൂഴച്ചക്ക ആയാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ വേവിക്കാനൊക്കെ എടുക്കില്ലേ, ആ പാകത്തിനുള്ള ചക്ക വേണം എടുക്കാൻ. ഞാനിത് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതുപോലെ കീറി എടുത്തിട്ടില്ല. ഞാൻ ഇത്രയും വലിപ്പത്തിൽ തന്നെയാണ് ഇത് ഇടുന്നത്. ഇതിൻ്റെ അകത്തെ കുരുവും പാടയും പുറത്തെ ചകിണിയും എല്ലാം നന്നായിട്ട്
കളഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള. മൺപാത്രത്തിലോ അല്ലെങ്കിൽ ഭരണിയിലോ അല്ലെങ്കിൽ ചില്ലുപാത്രത്തിലോ വേണം നമ്മൾ ഉപ്പിലിടാനായിട്ട്. അപ്പം നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് വേണം ചക്കച്ചുള എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, ഇത് ഞാൻ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ളതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഉപ്പ് കല്ലാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം. ഞാൻ ഈ ചില്ലുകുപ്പിയിലാണ് ചക്ക ഉപ്പിലിടുന്നത്. വെള്ളവും ഉപ്പും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിച്ച് വെച്ചിട്ടുണ്ട്. ചൂടാറി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയിട്ട് നോക്കിയാൽ ചെറു ചൂട് വേണം, തീരെ ആറിപ്പോകരുത്. അങ്ങനെ വെച്ചിരിക്കുന്ന വെള്ളം. ഇനി ഈ ഭരണിയിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കിടക്കണം വെള്ളമേ, ഇച്ചിരി ഏറെ വെള്ളം കിടക്കണം. ഇത് പൊങ്ങി കിടക്കുന്നതേ ഉള്ളൂ, ഇത് താന്ന് പോക്കോളുവേ. ഇനി അതിലേക്ക് മുളക് പൊടി, വിനാഗിരി, ഇനി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ചൂടുണ്ടെങ്കിൽ, അല്പമെങ്കിലും ചൂടുണ്ടെങ്കിൽ ഇപ്പം അടയ്ക്കരുത്. എനിക്കിപ്പം ഇതിനകത്ത് ചൂടില്ല, ഞാനിത് അടച്ചു വെക്കുവാണ്. ഇത് 2 മുതൽ 3 ആഴ്ച വരെ. ചില ചക്ക 2 ആഴ്ച കൊണ്ട് റെഡിയാകും. ചില ചുളയ്ക്ക് കട്ടി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 3 ആഴ്ച വരെയാകും. നമുക്ക് അന്നേരം കാണാം. ഇത് 2 ആഴ്ച മുമ്പ് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് കണ്ടല്ലോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പച്ച ചക്കച്ചുള ഉപ്പിലിട്ടത്. ഇത് ചോറിൻ്റെയും കഞ്ഞിയുടെയും കപ്പ വേവിച്ചതിൻ്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഉപ്പിലിട്ടത്. ഇത് നല്ല രുചിയുള്ള ഒരു ഉപ്പിലിട്ടതാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അധികം ആരും പരീക്ഷിക്കാത്ത ഒരു ഉപ്പിലിട്ടതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.